ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന പീടിയൊന്നും തുറക്കുന്നില്ല, കാരണം ഗ്യാസ് ഇല്ല. ഓക്കെ, ഈ ഗ്യാസ് ഇല്ലാത്ത ഈ പ്രശ്നം പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ ഈ പറഞ്ഞ മാതിരി ഹോട്ടലുകൾ അടച്ച് ഒരു ഗ്യാസ് എന്ന് പറയുന്ന സംഭവത്തിന് പ്രൈവറ്റ് ഗ്യാസുകൾക്ക് അപ്രോക്സിമേറ്റ് വന്നിരുന്ന കോസ്റ്റ് വീഡിയോ കാണുന്നതിൽ തന്നെ ഉണ്ടോ ഹോട്ടൽ ഉടമസ്ഥകൾ. നമ്മളിപ്പോ കിട്ടുന്ന മുമ്പില്ല മരുമാക്ക് എന്താ പറഞ്ഞേ, ചോറിന് മീൻ എത്ര പറഞ്ഞേ ഉപരി 90 രൂപ, ഓംപ്ലേറ്റ് ചോറാണെങ്കിൽ 110. തമാശല്ലോ, ചിരിച്ചു കളയേണ്ട ഒരു കേസല്ലത്. ഫിനാൻഷ്യലായിട്ട് അല്ലാതെ തിരിച്ചു കയറും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു രാജ്യമാണ്. തിരിച്ചു കയറണ മാരേജ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നമ്മൾ എന്ത് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സാറേ, നമ്മളിപ്പം നോക്കുമ്പം നമുക്കിപ്പം നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന പീടിയൊന്നും തുറക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാല് ഗ്യാസ് ഇല്ല. ഓക്കെ, ഈ ഗ്യാസ് ഇല്ലാത്ത ഈ പ്രശ്നം എങ്ങനെ നമ്മുടെ മൊത്തത്തിൽ ബാധിക്കുമോ? മൊത്തത്തിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ ബാധിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് അവര് പാനിക് ആവല്ല വേണ്ട. ഇതിന് മൂപ്പര് അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് നല്ലതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ലോക്ക്ഡൗൺ കൊണ്ടുപോയി കൊറോണ പോലെ ലോക്ക്ഡൗൺ ആക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സേഫ് ആവും. അതായത് യുദ്ധം എത്ര വരെ പോകും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള സിറ്റുവേഷൻ എന്താ, പ്രിഡിക്റ്റബിൾ അല്ല, അവിടെ അൺപ്രിഡിക്റ്റഡ് ആണ്. ഈ അൺപ്രിഡിക്റ്റഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ആ ലോക്ക്ഡൗൺ കൊണ്ടൊക്കെ മൂപ്പര് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണക്കാരൻ പേടിക്കാതെ ഇങ്ങനൊരു സാഹചര്യം വരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു 6 മാസത്തേക്കുള്ള എല്ലാ നമ്മളെ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിടണം. അഥവാ സേഫ് ആകണം, സേഫ് ആക്കി വെക്കണം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഹോട്ടലുകൾ അടച്ച് ഒരു ഗ്യാസ് എന്ന് പറയുന്ന സംഭവത്തിന് പ്രൈവറ്റ് ഗ്യാസുകൾക്ക് അപ്രോക്സിമേറ്റ് വന്നിരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1550 രൂപയ്ക്കേക്കും ഗ്യാസ് കിട്ടിയിരുന്നത് ഹോട്ടലുകൾക്ക്. ഇപ്പം കിട്ടുന്നത് 5250, അതുപോലെ 6000 രൂപയ്ക്കാണ് ഒരു ഗ്യാസ് കിട്ടിയത്. എങ്ങനെ ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കാം? ഇപ്പൊ നമ്മളെ മുമ്പില്ല മരുമാക്ക് എന്താ പറഞ്ഞേ, ചോറിന് മീൻ എത്ര പറഞ്ഞേ ഉപരി 90 രൂപ, ഓംപ്ലേറ്റ് ചോറാണെങ്കിൽ 110. ഓംപ്ലേറ്റ് ഗ്യാസിലാണ്. പക്ഷെ തമാശല്ലോ, ചിരിച്ചു കളയേണ്ട ഒരു കേസല്ലത്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടേ. ഗ്യാസ് എന്ന് പറഞ്ഞ സംഭവം അല്ലാതെ ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഹോട്ടലുടമകള്, അതുപോലെ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ വരുമാനം നിലച്ച്, വരുമാനം നിലച്ചു കഴിഞ്ഞാൽ ഇവർ വാങ്ങുന്ന പൈസ കിട്ടിയിട്ടാണല്ലോ നമ്മളെ സാധാരണക്കാർ നാട്ടുകാരിൽ നിന്ന് ഹോട്ടലിൽ പലർക്കടിയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകണേ. ഈ പൈസ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇല്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഹോട്ടലിൽ വരുമാനം ഇല്ല, ഹോട്ടലിലല്ലേ നിൽക്കണുള്ളൂ, എനിക്കത് ബാധിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു പലർക്കാടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള എല്ലാ വ്യാപാരികളും ഇത് ബാധിക്കും. പൈസ ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പ്രശ്നം. പ്രത്യേകിച്ച് GCC ഇപ്പോൾ പൈസ തന്നിട്ടുണ്ട്. വരുന്നതിന് 100%, 10% പോലും ഇപ്പോൾ GCC ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം വരുന്നില്ല. എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലല്ലത്. പലർക്കും അവിടെ പണി പോയിട്ടല്ലത്. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇനി മുതൽ ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമ്മളൊന്ന് സേഫായി, ലോക്ക്ഡൗൺ വരാനൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ലോക്ക്ഡൗൺ ആക്കാന്നല്ല, അതിന് മുൻകൂട്ടി മുൻകരുതൽ എടുത്തിട്ട് പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടി. ഇന്ന് 5 രൂപ കൂടി. 5 രൂപയാണ് പെട്രോളിന്. ലോക്ക്ഡൗൺ ആണ് ഫിനാൻഷ്യലായിട്ട്, അല്ലാതെ റൂമിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടല്ല. പുറത്തിറങ്ങാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അതിനില്ല പൈസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മുൻകരുതലുകൾ എടുക്കുക, കുറച്ച് സേഫ്റ്റി ആയിട്ട് നമ്മൾ നിൽക്കാന്നേ ഉള്ളൂ, പേടിക്കരുത്. പക്ഷെ എത്ര വലിയ സംഭവം വന്നാലും എന്തുണ്ട്, നമ്മളെ രാജ്യങ്ങൾ തിരിച്ചു കയറിയിട്ടുണ്ട്. എവിടെയാണെങ്കിലും എത്രയോ റെസിഷൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. 90s ഒരുപാട് റെസിഷൻ വന്നതാണ്. അതൊക്കെ ഇപ്പോൾ തിരിച്ചു കയറി ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിലൊരു പ്രശ്നം വരികയാണെങ്കിൽ ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യും, താഴേക്ക് പോകുന്നതായാലും പിന്നീട് തിരിച്ചു കയറും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു രാജ്യമാണ്, തിരിച്ചു കയറുന്നില്ല യാതൊരു സംശയം. പക്ഷെ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെയെങ്കിലും നേരിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മുന്നിൽ കിടക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറായിരിക്കും. അപ്പോൾ എല്ലാവരും ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ചിലവുകൾ ഉണ്ടാക്കാറുള്ളൂ. പുതിയ ലോണുകളോ EMI ഈ സാഹചര്യത്തിൽ മാക്സിമം പ്രൗഢി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയും. കാരണം EMI അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ടെൻഷനും പ്രഷറും മെൻ്റൽ പ്രഷറൊക്കെ ഉണ്ടാവും. എടുത്തവരോട് നമുക്കൊന്നും പറയില്ല, പുതുതായിട്ട് എടുക്കുന്ന ആളുകൾ വേറൊന്ന് അടങ്ങുന്നവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് സുഹൃത്തിൻ്റെ, അതായത് എൻ്റെ പാർട്ട്ണറെ കല്യാണം, നമ്മളെ പാർട്ട്ണറെ മാരേജ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നമ്മൾ എന്ത് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബുക്കിങ്. കാരണം ഇപ്പം തന്നെ വണ്ടിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ
വണ്ടി വെറുതെ എന്തിനാണ് ഇപ്പൊ IMI അടക്കാൻ പറ്റിയ ശരി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടക്കാൻ പറ്റുന്ന സാഹചര്യം എന്താണ് മുന്നോട്ടുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇതുപോലെ എല്ലാവരും യുക്തിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മളെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക്ഡൗൺ വരും, നമ്മൾ അതിനില്ലേ ലോക്ക്ഡൗൺ വരും എന്നല്ല, ഫിനാൻഷ്യലി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, അല്ലാതെ പാനിക് ആവല്ലേ വേണ്ടത്.